ഒന്നാമതായി കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു പഠന റിപ്പോർട്ടല്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ടല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും 2017 ജൂലൈയിൽ ആ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തു വെക്കുന്ന നിയമപരമായ ബാധ്യത ഗവൺമെന്റിനോ സംവിധാനങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് ആദ്യമായി നാം മനസ്സിലാക്കിയത്. മാത്രമല്ല, ഈ 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ ഒരു ശുപാർശ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത്, ഇതിൽ സ്വകാര്യതയുടെ ലംഘനം ഉണ്ടാകുന്ന പ്രസ്താവനകൾ. ഇതൊക്കെ പഴയ കാര്യമല്ലേ? ഇതിപ്പോ ഹൈക്കോടതി ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞെടുത്ത് തീരുന്നതല്ലേ ഇതെല്ലാം? അതുകൊണ്ട് കാലതാമസത്തെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. വീണ്ടും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയും പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇന്ന് നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ആ റിപ്പോർട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമായിരുന്നു എന്നായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച ഹൈക്കോടതി വിധിയെ തുടർന്ന് അത് പ്രസിദ്ധീകരിച്ചേ മതിയാവും. 62 സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ അതിലെ അഭിനേത്രികളുടെയോ ഒക്കെ തന്നെ ആകാംക്ഷകളെയൊക്കെ വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത് എന്ന് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്കോ ആഗ്രഹമില്ല. വനിതാ കമ്മീഷൻ അടക്കം പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് സുചിന്തമായ തീരുമാനം പറഞ്ഞിരുന്നു, ആ റിപ്പോർട്ട് പുറത്തുവിടണം. പക്ഷെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായ റിപ്പോർട്ട് അതിന്റെ ഭാഗങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ റിപ്പോർട്ട് പുറത്തു വരിക, അതിന്റെ ശുപാർശകൾ പുറത്തു വരിക. 7ഓളം ടേംസ് ഓഫ് റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ ടേംസ് ഓഫ് റെഫറൻസ് റിപ്പോർട്ട് പുറത്തു വന്നാൽ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ബിംബം മുടഞ്ഞു പോകുമോ എന്നുള്ള വിചാരമൊന്നും നമുക്ക് ആർക്കുമില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ബിംബത്തെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ അതൊക്കെ സംരക്ഷിക്കപ്പെടും എന്ന് വിചാരിക്കാനുള്ളത്രയൊക്കെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് ഈ വന്ന കാലയളവിനുള്ളിൽ ഏറെക്കുറെ.